സൺഡേ ആണല്ലോ, പണിക്കൊന്നും പോയില്ലേ? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു മൾട്ടി ഡേ ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 nights വൈൽഡ് ക്യാമ്പിങ്ങും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ 1 ആണ് ഇന്ന്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ട്രയൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് മിക്കൽഡൻ വാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ ആംബിൾ സൈഡിനകത്തുള്ള ഓൾഡ് ഡഞ്ചൻ ഗിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ബാക്കിൽ നിന്നാണ് ഇപ്പോൾ ട്രയൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് എലിവേഷൻ വരുന്നത് സ്റ്റേക്ക് പാസ് എന്നുള്ളൊരു സ്ഥലത്താണ്. അവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് കയറ്റം വന്നത്. എന്നിട്ട് അവിടെ നമ്മൾ ഈ കാണുന്ന പോലെ മൗണ്ടൻസിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് ഫസ്റ്റ് നൈറ്റ് പൈക്കോസ്റ്റിക്കൽ എന്നുള്ളൊരു മൗണ്ടൻ്റെ ഏരിയയുടെ അടുത്തായിട്ട് എവിടെയെങ്കിലും നമുക്ക് അവിടെ വരെ എത്താൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെ പോകണമെന്നുള്ളത്. വെതർ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ഫ്രണ്ടിൽ നല്ല കോടയും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ see you on the trial. യെസ് ഗൈസ്, നമ്മളങ്ങനെ സ്റ്റേക്കിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് എലിവേഷൻ നമ്മുടെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ കാണുന്ന വഴിയാണ് നമുക്ക് മുകളിലേക്ക് കയറാനുള്ളത്. അതൊരു അത്യാവശ്യം നല്ല എലിവേഷൻ ആണ്. പിന്നെ അതിന് മുകളിൽ എത്തി കഴിഞ്ഞിട്ട് പൈക്കോസ്റ്റിക്കിൾ, ഇവിടെയുള്ള ഒരു വലിയ ആ ഒരു പീക്കാണത് പൈക്കോസ്റ്റിക്കിൾ. അപ്പം അതിന്റെ ഡയറക്ഷനിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് മുകളിൽ വെതർ എന്താ അവസ്ഥ എന്ന് അറിയില്ല. ഇപ്പൊ ഈ സൈഡൊക്കെ കണ്ടോ, ഫുള്ള് കോടയായിട്ട് ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. പക്ഷേ യെസ്, അപ്പൊ നമ്മളൊരു 5 minutes ഇവിടെ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കയറ്റം തുടങ്ങും. അത് തന്നെ, എലിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. യെസ്, നമ്മളങ്ങനെ താഴെ സ്റ്റേക്കിൽ നിന്ന് ഫസ്റ്റ് എലിവേഷൻ കയറി ഇപ്പോൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു കയറ്റം കൂടെ ഉണ്ട്. ഇപ്പോൾ സണ്ണൊക്കെ മെല്ലെ ക്ലിയറായി വരുന്നുണ്ട്. മുകളിലും ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. നമുക്ക് പോകേണ്ടത് ആ പൈക്കിലോട്ടാണ് നമ്മളിന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ പൈക്കിൻ്റെ പേരാണ് പൈക്കോസ്റ്റിക്കിൾ. അപ്പോൾ അവിടെയും വരെ നമുക്കിന്ന് എത്താൻ പറ്റുമോയെന്ന് അറിയില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം. വെതർക്ക് ഇതുപോലെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് അതിൻ്റെ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാം. ഒരു പ്രതീക്ഷ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. ഡേ ലൈറ്റ് ഒരു 8:30 വരെ ഉണ്ടാവും. സൺസെറ്റ് 8:30-ക്കാണ്. അതെ, അപ്പോൾ അതുവരെ ട്രൈ ചെയ്ത് നോക്കാം. എത്തുന്നിടത്തോളം എത്തട്ടെ. അതെ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 600 feet ആയപ്പോൾ എലിവേഷനകത്താണ് നിൽക്കുന്നത്. ബാക്കിലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. മെജസ്റ്റിക് ബ്യൂട്ടി കൊള്ളാം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് എലിവേഷൻ കഴിഞ്ഞ് മുകളിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം പൈക്കോസ്റ്റിക്കിൾ വരെ എത്താൻ പറ്റുമെന്ന്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് UK വന്നിട്ട് ഫസ്റ്റ് ടൈം വൈൽഡ് ക്യാമ്പ് ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു എലിവേഷൻ കയറി വന്നിട്ട് നേരെ പിന്നെ ആ സൈഡ് പിടിച്ചിട്ട് ആ സൈഡിലോട്ട് നമുക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് ഡേ ലൈറ്റും ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ ആയിട്ടൊരു സ്പോട്ട് നോക്കിയിട്ടാണ് ഫസ്റ്റ് ടൈം ക്യാമ്പ് ചെയ്തത്. അത് ഓൾമോസ്റ്റ് ഈ മലയുടെ സൈഡിനകത്തായിട്ടാണ് ചെയ്തു തരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഡേ ലൈറ്റും കൂടുതലുണ്ട്. നമ്മൾ പിന്നെ മൾട്ടി ഡേ അയക്കുന്നതുകൊണ്ട് തന്നെ 2 ദിവസമാണ് ക്യാമ്പ് ചെയ്യുന്നത്. സോ നമുക്ക് ടൈമുണ്ട്.
നമുക്ക് നല്ലൊരു സ്പോട്ട് നോക്കി നല്ല ഹൈറ്റിൽ തന്നെ ക്യാമ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലേ കൃപ? യെസ്. ഇതുവരെ എങ്ങനെയുണ്ട് കൃപ? അടിപൊളി. ആ എലിവേഷൻ കയറിയപ്പോൾ തന്നെ ഒരു സമാധാനം. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇവിടെ നിന്നുള്ള റൂട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെയും വരെയാണ് വന്നിട്ടുള്ളൂ, അതിന്റെ മുകളിൽ വരാം കഴിഞ്ഞ തവണ. യെസ്. ആ ട്രെയിലിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൽ ഭയങ്കര ബോഗിയായിട്ടിരിക്കുക, ചെളിയും ഇതും പോലെ. പക്ഷേ ഇങ്ങനെ കയറുന്തോറും ഫ്രണ്ടിൽ പൈക്കോസ്റ്റിക്കിൽ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞിങ്ങനെ ബാക്കിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. മാൻ, ഇറ്റ്സ് ഹ്യൂജ്. ഞാൻ കാണിച്ചു തരാം. അവിടെയും വരെ കയറാൻ പറ്റുമോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഷേട്ട്. യെസ്, പൈക്കോസ്റ്റിക്കലിൻ്റെ വാതിക്കയിലെത്തി. ഇനിയപ്പോൾ ഇത് കയറിയാൽ മതി. അപ്പോൾ ഇതിന് മുകളിൽ എന്തായാലും നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, കാരണം വളരെ കല്ലുകളും ഇതുമായിട്ടിരിക്കുന്നു. ആളുകൾ എപ്പോഴും പൈക്ക് കാണാനായിട്ട് അത് സമ്മിറ്റ് അടിക്കാൻ വന്നോണ്ടിരിക്കും. ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നുമില്ല. ഈ എന്താ പറയാ, അരമണിക്കൂറിനകത്ത് ഒരാളൊക്കെ കണ്ടാലുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ല കാറ്റും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് ഇവിടെ ആയിട്ട് ഞങ്ങളൊരു സ്പോട്ട് കണ്ടു. അപ്പോൾ അവിടെ ടെന്റ് സെറ്റ് ചെയ്തിട്ട് നേരെ സൺസെറ്റ് കാണാനായിട്ട് മുകളിൽ കയറാം. സൺസെറ്റ് ഒന്നും ഉണ്ടാവും തോന്നണ്ട, ഭയങ്കര മൂടിയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് നേരെ പൈക്കോസ്റ്റിക്കിൽ എന്നിട്ട് കയറാന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് ബാഗെല്ലാം വെച്ചിട്ട് സുഖമായിട്ട് കയറാമല്ലോ. നമുക്ക് എന്തായാലും സമയമുണ്ട്. അപ്പോൾ ക്യാമ്പ് ചെയ്യാം അല്ലേ? പിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് പിച്ച് ചെയ്യാം. ഡേ വൺ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതേതാ, ലേക്ക് ഡിസ്ട്രിക്ട് വാട്ടർ ആണോ ഉൾസ് വാട്ടറോ അങ്ങനെ എന്തോ ഒരു സ്പോട്ട് ഉണ്ട്. ഉൾസ് വാട്ടർ ആണെന്ന് തോന്നുന്നു. അവിടെ ലേക്ക് കാണാൻ പറ്റും നമുക്ക്. ലേക്ക് ഡിസ്ട്രിക്റ്റിന്റെ ലേക്ക് ആണെന്ന് തോന്നുന്നു. ഓ യെസ്, ഞങ്ങള് വടി ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ടെറിട്ടറി. മോശയുടെ വടി. യെസ്, അപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യാന്നാണ് ഓർക്കുന്നത്. ഇവിടെയാണ് കണ്ടിട്ട് ഫ്ലാറ്റ് ആയിട്ട് കണ്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പൈക്കോസ്റ്റിക്കലിൻ്റെ വ്യൂ ഉണ്ട്, നേരെ ലേക്ക് വ്യൂ ഉണ്ട്. ആ കാണുന്നതാണ് ഹാരിസൺ സ്റ്റിക്കിൾ എന്ന് തോന്നുന്നു. നമ്മൾ നാളെ അത് കയറി പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് കാണുന്ന എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും. നാളെ ഒരു ഫുൾ ഡേ ഉണ്ട് നമുക്ക്. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ എന്തായാലും ഹാരിസൺ സ്റ്റിക്കിൾ നമ്മൾ നാളെ എന്തായാലും കയറുന്നുണ്ട്. ഇന്നത്തേക്ക് നമുക്കിവിടെ കൂടാം. ടെൻറ്റ് സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ ടെൻറ്റ് സെറ്റ് ചെയ്തു. ടെൻറ്റിൽ നിന്ന് നേരെ വ്യൂ ആ ലേക്കിലോട്ടായിട്ടാണ്. അപ്പോൾ 8-8:30 ആകുമ്പോഴാണ് സൺസെറ്റ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇപ്പം എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് സൺസെറ്റിൻ്റെ ഒരു ടൈം ആകുമ്പോഴേക്കും നേരെ പൈക്കോസ്റ്റിക്കിൽ കയറി സൺസെറ്റ് കാണാം. സൺസെറ്റ് അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. ഞങ്ങൾ ചെറുതായിട്ട് ഫുഡ് ഉണ്ടാക്കി. പാസ്തയും ഒരു ബോയിൽഡ് എഗ്ഗും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. തണുപ്പ് കയറാനായിട്ട് തുടങ്ങി. ടെമ്പറേച്ചർ ഡൗൺ ആകാൻ തുടങ്ങുന്നുണ്ട് സണ്ണ് താഴുന്നതനുസരിച്ച്. അപ്പോൾ സണ്ണ് ഇപ്പോൾ ഫുള്ള് മൂടി, സൺസെറ്റ് ഒന്നും ഉണ്ടാവില്ല, അങ്ങ് മൂടി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ട് എന്തെങ്കിലും ലൈറ്റ് ഒക്കെ ഉണ്ടായാലുള്ളൂ. അപ്പോൾ 8 മണി ആകാറായി. ഇപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ചൂടാവും. ജാക്കറ്റ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. രാവിലെ സൺറൈസ് 5:39 എന്തോ ആണ്. അപ്പം നോക്കാം. നല്ല ക്ഷീണമുണ്ട്. അപ്പം മിക്കവാറും ഉറങ്ങിപ്പോവും. ബട്ട് സ്റ്റിൽ
നോക്കാം. സൺറൈസ് ഇവിടെ നിന്നായിരിക്കും, അപ്പൊ നല്ല രസമായിരിക്കും. ഈ സൈഡിൽ നിന്ന് വല്ലതും ആയിരിക്കും, ആണെന്ന് വിചാരിക്കുന്നു, അറിയില്ല. അതെ, അലാറം വെച്ച് എനിക്ക് നോക്കാം. പിന്നെ ഞങ്ങളുടെ അതിനകത്ത് ഒറ്റൊരു പവർ ബാങ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോണും ക്യാമറയും ഞങ്ങൾ അതുപോലെ വളരെ ചെറുതായിട്ടാണ് ഉപയോഗിക്കുന്നുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമായിട്ടും ഇങ്ങനെ ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക. എല്ലാം പ്രകൃതി രമണി. ഇനിയിപ്പോൾ പൈക്കോ സ്റ്റിക്കിലുള്ള വെള്ളത്തിയിട്ട് കാണാം. ലെറ്റ്സ് ഗോ. നമ്മൾ വിചാരിച്ച പോലെ ട്രെയിലല്ല, മുകളിലോട്ട് സ്ക്രാമ്പിളാ ചെയ്യേണ്ട. പക്ഷെ വ്യൂ ഒക്കെ വെറുതെ വിഷയം. ഈ സൈഡൊക്കെ നോക്കി, വാ മുകളിലോട്ട് വരാം. സൺസെറ്റ് കിട്ടുമോന്ന് അറിയില്ല, നോക്കാം. പക്ഷെ സൂക്ഷിച്ചോ. ആദ്യം നീ അത് മുകളിലോട്ട് വെച്ചിട്ട് നോക്കി വരില്ലേ? ആ ഇടയ്ക്കിടയ്ക്ക് ഒരു വഴിയുണ്ട്. ഇതിലെ ഒരു വഴിയുണ്ട്. ആട്ടുംകുട്ടന്മാരുണ്ട് സമ്മിറ്റ് അടിച്ചിട്ട് പൈക്കോ സ്റ്റിക്കിളുടെ സമ്മിറ്റ് എത്തിയിരിക്കുന്നു ഫൈനലി. The mighty Paico sticker. അങ്ങനെ നല്ലൊരു സൺസെറ്റോട് കൂടി ഇന്നത്തെ നമ്മുടെ ഹൈക്ക് തീർന്നിരിക്കുകയാണ്. ഡേ 1 സമാപിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ വേണ്ട, സൺസെറ്റിലൂടെ നിർത്തിയാൽ മതി. അപ്പോൾ ബാക്കി ഇനി അത്ര മതി. ഇനി അടുത്ത വീഡിയോ കാണാൻ പറയാം, പാർട്ട് 2. യെസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ്റെ അടുത്ത് സമ്മിറ്റ് അടിച്ചു. നമ്മുടെ കോഫി